ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേയായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റ് മക്കളെ സ്കൂളാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലത്തെ ഒരു ഹറിബറിയിൽ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചോറെല്ലാം ഉണ്ടാക്കുന്ന ടൈമിലാണ് ഓർമ്മ വന്നത് വീഡിയോ എടുക്കേണ്ട കാര്യം. അങ്ങനെ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോറിന് വെള്ളം വെച്ചതാണ്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഫേസിലേക്ക് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞിമത്തിയും പിന്നെ കല്ലുമ്മക്കായെല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മത്തി ചോറിന് കറിക്ക് എടുക്കാം, പിന്നെ കല്ലുമ്മക്കായ രാത്രിക്ക് നിറച്ചിട്ട് പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1 ഹവറേക്ക് നോക്കണ്ട, നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ 1 ഹവർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് വാർക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും തുണി മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിന്, അതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എടുത്ത് ആർത്തിയിട്ട് മുറ്റത്തുള്ള അയലുമ്മ തന്നെ ഇട്ടാണ്. അങ്ങനെ അത് ഉണങ്ങട്ട്. അപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് പോയി കല്ലുമ്മക്കായും ക്ലീൻ ചെയ്ത് മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അകത്ത് സ്മെല്ലാവുന്നതുകൊണ്ട് പുറത്തുനിന്നാണ് അതെല്ലാം ക്ലീൻ ചെയ്യൽ. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കാം. മത്തിക്കറിയും മത്തി പൊരിച്ചതും പിന്നെ കുറച്ച് ചീര ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചതുണ്ട്, അതെടുത്ത് വറവാക്കുക. പിന്നെ പപ്പട അച്ചാറ് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഫേസൽക്ക് ചോറിനുണ്ടെങ്കിൽ നമ്മൾ ചോറാക്കും. അല്ലാത്ത ടൈം ഞാനും ഫാത്തിമയും മാത്രമാണെങ്കിൽ മോളും മാത്രമാണെങ്കിൽ അങ്ങനെ ചോറുണ്ടാവില്ല, നമ്മൾ നാസ്ത കൊണ്ട് ഒപ്പിക്കലാണ്. അപ്പോൾ ഓരോള്ള ദിവസം നല്ല വൃത്തിക്ക് തന്നെ ചോറാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ചട്ടി ചൂടാൻ വെച്ചിട്ട് ഒലിവിയും കടുകും പൊട്ടാൻ വെച്ചിട്ടുണ്ട്. മത്തി മുളക് ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തക്കാളിയും അതിലേക്ക് തക്കാളിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് കറിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഇപ്പുറത്തെ ഒരു അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കടുകും ഉള്ളിയൊക്കെ ചേർത്ത് നമ്മൾ ചീര വറവുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വാർത്ത് ഇനി ബാക്കി കറിൻ്റെ പൊടികളെല്ലാം ചേർത്തിട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൽ പൊടികളും പുളിവെള്ളവും മീനെല്ലാം ചേർത്തിട്ടൊന്ന് കറി സെറ്റാക്കി എടുക്കുക. തേങ്ങ ചിരണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലുണ്ട് ബോക്സിലാക്കിയിട്ട്. അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് വറവിലേക്ക് ഇടാം. അങ്ങനെ അത് അവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിയിലേക്ക്. അവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മീനെടുത്തിട്ട് കുറച്ച് മസാല പുരട്ടി വെക്കാം. പൊരിക്കാനുള്ള മീനുണ്ട് അവിടെ ക്ലീൻ ചെയ്ത് വെച്ച്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പുളിവെള്ളം, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ വറവും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണോ ക്ലീനിങ്ങിലേക്ക് കിടക്കാൻ. അടിച്ചുവാരലും തുടക്കലൊന്നും നടന്നിട്ടില്ല. അത് ഫുഡാക്കി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലേ കുറച്ചും കൂടി നീറ്റുണ്ടാവും. ചോറിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങിലേക്ക് കിടക്കല്ലോ. എന്നാൽ കുറച്ചും കൂടി ഇവിടെയെല്ലാം സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്താൽ വേഗം നമുക്ക് എളുപ്പത്തിൽ പണി കഴിയുന്ന പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ പിന്നെ വീണ്ടും അടുക്കള ഒന്നും കൂടി ക്ലീൻ ചെയ്യൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പപ്പടമെല്ലാം പൊരിച്ചിട്ട് എടുത്തിട്ട് ബോക്സിലാക്കി വെച്ച് മീനും പൊരിക്കാനിട്ടിട്ടുണ്ട്.
നല്ല ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫ്രഷ് ലൈം ഉണ്ടാക്കി കുടിക്കാമെന്ന്. കുട്ടികൾക്ക് ഇതാ ഇങ്ങനെ ഇവിടുന്ന് പാർസൽ വാങ്ങിയ ബോട്ടിലെല്ലാം ആക്കി കൊടുത്ത് അവർ ഹാപ്പിയായി. അപ്പോൾ അവർക്ക് തണുപ്പില്ലാണ്ട് അങ്ങനെ അടിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് തണുപ്പോടെ കൂടെ അടിച്ച് കുടിക്കിയതാണ്. മോനിക്കിന്ന് ചെറിയ കഫ് കെട്ടലായതുകൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിട്ടില്ല, മൂത്തോനെ പോയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് ലൈം നാരങ്ങയാണ്, അത് വെച്ചിട്ട് അടിച്ച നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ലൈമെല്ലാം ഉണ്ടാക്കി കുടിച്ച് പിന്നെ നല്ലൊരു ആശ്വാസമുണ്ട് ഈ ചൂടിന് കുടിച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ വീടൊന്നും അടിച്ച് വാരി തുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെയാണ്. വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഡെയിലി അടിച്ച് വാരി തുടക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഒന്ന് അടിച്ച് വാരി അങ്ങനെ വാഷ് ബേസിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിയും നിസ്കാരവും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഫൈസൽക്ക് എത്തും. അങ്ങനെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞത് ചോറ് തിന്നിട്ടില്ലാന്ന്. ചോറ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ അങ്ങനെ റെസ്റ്റെല്ലാം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പാട് പിന്നെ അസർ കൊടുക്കാനായി. പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്ക് ചായയും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ അധികം ബേക്കറി അങ്ങനെ കൊടുക്കലില്ല. അധികം ഞാൻ എന്തെങ്കിലും ചെറിയ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കലാണ്. ഒന്നിക്കിൽ പഴം വാട്ടിയതോ പഴം നിറച്ചതോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനത്തെ അവർക്ക് മധുരമുള്ളത് കൂടുതലിഷ്ടം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കല. ഇന്ന് അവിലുണ്ടായിന് കുറച്ച്, അത് കുഴച്ച് ചായയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിലും പണ്ടലാക്കിയിട്ടൊന്ന് മിക്സാക്കി പഴവും കൂട്ടിയിട്ട് ഇതാ പിള്ളേർക്ക് ചായ കൊടുക്കലാണ്. അപ്പോഴത്തേക്കും മൂത്ത മോന് സ്കൂളിൽ നിന്ന് വരും. അങ്ങനെ അവനക്കും ചായ എല്ലാം കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ അവരെ കുളിപ്പിക്കാൻ ചെറിയ രണ്ടാളെയും കുളിപ്പിച്ച് അപ്പോഴത്തേക്കും മൂത്തോനും കുളിച്ച് മദ്രസയിൽ പോകാൻ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഇവനെ ഫൈസൽക്കുള്ള സമയത്ത് ഓരോ റോഡിൻ്റെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കും. മെയിൻ റോഡ് കടന്നിട്ട് വേണം മദ്രസയിലേക്ക് പോകണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഓറില്ല, ഓറ് വേറെ എവിടെയോ പോയതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാൻ പോക്കാന്ന്. അപ്പോൾ മോളും എൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് റോഡെല്ലാം കടത്തി കൊടുത്ത് വന്നതിന് ശേഷം അപ്പുറത്ത് മോളപ്പുരം കളിക്കാൻ വേണ്ടിയിട്ട് കസിൻ്റെ കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കളിക്കലാന്ന്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് പോയിട്ട് കല്ലുമ്മക്കായ ഉണ്ടല്ലോ ക്ലീൻ ചെയ്ത് വെച്ചാൽ നിറക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം അരച്ച് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ ഞാൻ പോയിട്ട് അരിയെല്ലാം അരച്ച് എല്ലാം കല്ലുമ്മക്കായലെല്ലാം നിറച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വേവിക്കാൻ വെച്ച്. ഇനി വേവിച്ച് വെച്ചാൽ പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് വന്നിട്ട് പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കല്ലുമ്മക്കായ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിറച്ച് വെച്ചാൽ നല്ല ഈസിയാണ്, വേഗം എടുത്ത് ഫ്രൈ ആക്കിയല്ലേ വേണ്ടു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നിസ്കാരമൊത്തെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്ക് അലക്കിയിട്ട തുണിയെല്ലാം ഉണങ്ങിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, മടക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയിട്ട് അങ്ങനത്തെ പണിയെല്ലാം ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഫുഡും കഴിച്ച് കിടക്കുക, അത്രേ പണിയുള്ളൂ. മൂത്താൾ ഇഷാസ്കാരെല്ലാം കഴിയും മദ്രസയിൽ നിന്ന് വരാൻ. രണ്ടാമത്തവന് വൈകുന്നേരം ആയതുകൊണ്ട് 6 മണിയാകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ അവർ ചെറിയ ആൾ രണ്ടാളും വേഗം ഫുഡും കഴിച്ച് കിടക്കും. മൂത്തവന് മദ്രസയിൽ നിന്ന് വന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് കിടക്കലാണ്. പിന്നെ എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് അവന് കുറച്ച് ലേറ്റാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബായ്.